Hello friends, എൻ്റെ പേര് ലിയൻഡർ ഡൊമിനിക്. ഇന്ന് ഞങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ഹോണ്ട ആക്ടിവയുടെ കാർബറേറ്ററിനെ ക്ലീൻ ചെയ്യേണ്ടത്. ലീന ഡൈനാമിക് ഗാരേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കും. സ്റ്റെപ്പ് 1, ബോഡി കവറിനെ തുറക്കുക. ബോഡി കവറിനെ തുറക്കാനായിട്ട് ഈ 3 സ്ക്രൂ ആദ്യം നമുക്ക് തുറക്കണം. എന്നാലേ ആക്ടിവയുടെ കാർബറേറ്റർ കാണാൻ പറ്റുള്ളൂ. ആക്ടിവ കാർബറേറ്റർ എടുക്കാൻ നമുക്ക് ആദ്യം ഇൻലെറ്റ് നോസിലിൻ്റെ ഈ 2 സ്ക്രൂ അഴിക്കുക. എന്നിട്ട് എയർ ഇൻലെറ്റിൻ്റെ ഈ ക്ലാമ്പ് ലൂസ് ചെയ്യുക. അതിനുശേഷം കാർബറേറ്ററിലേക്ക് പോകുന്ന ഫ്യൂവൽ ലൈൻ, കേബിൾസും ട്യൂബ്സും എല്ലാം അഴിച്ചു മാറ്റുക. കാർബറേറ്റർ നമുക്കിനി ഡിസ്മാൻറ്റിൽ ചെയ്യണം. എന്നിട്ട് അതിനെല്ലാ കമ്പോണൻസിനെ പുറത്തേക്ക് എടുക്കണം. ഡീസലും പിന്നെ തുണിയും വെച്ച് നമ്മൾ കാർബറേറ്ററിൻ്റെ ഓരോ കമ്പോണൻസിനെ നമ്മൾ ക്ലീൻ ചെയ്യും. കാർബറേറ്ററിൻ്റെ അസംബ്ലി. ആദ്യം നമ്മൾ പ്രൈമറി ജെറ്റ് നോസിലിനെ പിടിപ്പിക്കും. അതിനുശേഷം പൈലറ്റ് ജെറ്റ് നോസിലിനെ പിടിപ്പിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ഫ്ലോട്ടിനെ ആയിരിക്കും പിടിപ്പിക്കുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഫ്ലോട്ട് നീഡിലിനെ നമ്മൾ കയറ്റും. അതിനുശേഷം
ഇഞ്ച് നീഡിൽ വെച്ച് ഫ്ലോട്ടിനെ നമ്മൾ ക്യാപ്പ് ഇടുന്ന മുമ്പ് നമ്മൾ ഫ്ലോട്ടിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആണെന്ന് ചെക്ക് ചെയ്യും. കാർബറേറ്ററിൻ്റെ ക്യാപ്പ് നമ്മൾ കൂട്ടുന്നതായിരിക്കും. അതിനുശേഷം ഡ്രെയിൻ പ്ലഗും സ്ക്രൂ ചെയ്യുന്നതായിരിക്കും. ഇനി എയർ ഫ്യൂൽ റേഷ്യോ നമ്മൾ അകത്തോട്ട് കയറ്റും. എയർ ഫ്യൂൽ റേഷ്യോ നമ്മൾ അകത്തോട്ട് കയറ്റുമ്പോൾ മുഴുവനായിട്ട് കയറ്റുവാണെങ്കിൽ എൻജിൻ RPM ഹൈ സ്പീഡിലായിരിക്കും. നമ്മളിതിനെ പിടിപ്പിച്ചിട്ട് 1000 RPM വരെ നമ്മൾ ട്യൂൺ ചെയ്യുന്നതാണ്. കാർബറേറ്ററിനെ നമ്മൾ എൻജിനിലോട്ട് വയ്ക്കും. ആദ്യം ഫ്യൂൽ ലൈൻ നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ ആക്സിലറേഷൻ കേബിളിനെ കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ കാർബറേറ്ററിനെ ഇൻലെറ്റ് നോസിലേക്ക് പിടിപ്പിക്കും. ഇടയ്ക്ക് ഗ്യാസ്കറ്റും വയ്ക്കും. നമ്മൾ ഇനി ചോക്ക് ലൈൻ ആയിരിക്കും കയറ്റുന്നത്. പക്ഷേ ഇതിൽ ഈ ചോക്ക് ലൈൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. അത് അപ്പുറത്തെ സൈഡിലാണ് വരേണ്ടത്. എന്നിട്ട് ചോക്ക് ലൈനെ കയറ്റുക, ചോക്കിൻ്റെ ക്യാപ്പ് പൂട്ടുക,